മുസ്ലിം ലീഗ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തം എന്ന് നിയുക്ത മന്ത്രി പി.കെ. ബഷീർ ഈ സമയം തന്റെ പിതാവിനെ ഓർക്കുന്നു. മന്ത്രിയായാലും തനിക്ക് മാറ്റമുണ്ടാകില്ല. സന്ദർഭം അനുസരിച്ച് സഭയിൽ പഴയ പോലെ മറുപടികൾ നൽകുമെന്നും പി.കെ. ബഷീർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിയുക്ത മന്ത്രി പി.കെ. ബഷീർ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമുക്ക് പാർട്ടി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരം തന്നതിലും വളരെ സന്തോഷമാണ്. കാരണം നമുക്കൊരു മന്ത്രിയാകുന്ന പറഞ്ഞാൽ ഒരു സന്തോഷമാണല്ലോ. ഞാനിതിൻ്റെ വാപ്പാനെ ഓർക്കുകയാണ്. എൻ്റെ വാപ്പാൻ്റെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്കുള്ള ആ കഴിഞ്ഞ കാലബന്ധങ്ങൾക്കൊക്കെ ഉള്ളൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. സഭയിൽ എപ്പോഴും തഗ് പ്രസംഗങ്ങളുടെ ആളായിരുന്നു. ഇനിയിപ്പോൾ മന്ത്രിയാകുമ്പോൾ കുറച്ചൊന്ന് ശൈലി മാറ്റേണ്ടി വരുമോ? സാഹചര്യം സന്ദർഭം അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനല്ലേ തുടരും. അല്ല, അതിപ്പോൾ നമ്മൾ സഭയിൽ നമ്മളിപ്പം ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് വരുമ്പോഴല്ലേ നമ്മൾ ഉള്ളത്. നമുക്ക് എല്ലാവരോടും നല്ല സൗഹൃദമായിട്ട് പോകണം. രാഷ്ട്രീയ എതിരാളികളുള്ളൂ, രാഷ്ട്രീയ ശത്രുക്കളില്ല. 23-ൽ നിന്നാണ് 5 പേരുടെ ഒരു പട്ടികയിലേക്ക് ലീഗ് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെ, വളരെ ഉത്തരവാദിത്തമാണ്. വളരെ നിങ്ങളെല്ലാവരും സഹകരിക്കണം. അപ്പോഴേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം, കാര്യങ്ങൾ ചെയ്യണം, ഒക്കെ നന്നായി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പൊതുപ്രവർത്തനം. എന്ന് പറഞ്ഞാൽ 44 കൊല്ലമായി എൻ്റെ പൊതുപ്രവർത്തനം. ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതുണ്ട്. പിന്നെ വാപ്പാനെ കണ്ട് വളർന്നതാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു, എൻ്റെ വന്ദനായ പിതാവ് സീതിയാജിയാണ്. നാട്ടുകാരും പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലുമാണ്. ആവേശം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ഒരാൾ നാട്ടിൽ നിന്ന് ആകുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ട്, അവർക്ക് ഉണ്ടാവുമല്ലോ. ഈ 23-ൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുക്കാൻ വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്വമല്ലേ പാർട്ടി ഏൽപ്പിച്ചത്? പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ. കേരളത്തിൻ്റെ 3.5 കോടി ജനങ്ങളെ നമ്മൾ ആയിട്ടുള്ളൊരു മന്ത്രിയല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ആശംസകളും. അപ്പോൾ പി.കെ. ബഷീർ നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അത് നന്നായി തന്നെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.